കേരളം ജയിക്കും, UDF നയിക്കും. ലോകത്തെ ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഫലസ്തീനികളെ ലക്ഷ്യം വെച്ച് ഇസ്രയേൽ പാർലമെന്റ് ഒരു പുതിയ നിയമം പാസാക്കിയിരിക്കുകയാണ്. അത് വെറും നിയമമല്ല, അതൊരു കാടൻ നിയമമാണ്. ഫലസ്തീനികൾ ഇനി വെറും തടവുകാരല്ല, മറിച്ച് ഇസ്രയേലിൻ്റെ വധശിക്ഷ കാത്ത് കഴിയേണ്ടി വരുന്ന തടവുകാരായിരിക്കും. പിടിക്കപ്പെടുന്ന ഫലസ്തീനികൾക്ക് വധശിക്ഷ നൽകുവാനുള്ള വിവാദ ബില്ലിനാണ് ഇപ്പോൾ ഇസ്രയേൽ പാർലമെൻറ്റ് അംഗീകാരം നൽകിയിരിക്കുന്നത്. ലോക മനസാക്ഷിയുടെ മുൻപിൽ ചോദ്യങ്ങൾ ഉയർത്തി ഇതാ ഫലസ്തീൻ മക്കളെ കൊന്നൊടുക്കാൻ ഇസ്രയേൽ എന്ന അധിനിവേശ നരാധമ രാജ്യം പുതിയൊരു നിയമം പാസാക്കിയിരിക്കുന്നു. വിവേചനത്തിൻ്റെ മരണ വാറണ്ട് എന്നാണ് ലോകം അതിനെ വിശേഷിപ്പിക്കേണ്ടത്. പിടിക്കപ്പെടുന്ന ഫലസ്തീൻ തടവുകാർക്ക് വധശിക്ഷ നൽകുവാനുള്ള വിവാദ ബില്ലിനാണ് ഇസ്രയേൽ പാർലമെൻറ്റ് അംഗീകാരം നൽകിയത്. 47-നെതിരെ 62 വോട്ടുകൾക്കാണ് ഇസ്രയേലിൻ്റെ പാർലമെൻറ്റായ നെസറ്റ് ഈ നിയമം പാസാക്കുന്നത്. ഇസ്രയേൽ ചരിത്രത്തിലെ ഏറ്റവും തീവ്ര വലതുപക്ഷ സ്വഭാവമുള്ള നിയമങ്ങളിൽ ഒന്നുകൂടിയായി ഇത് മാറി. നിലവിൽ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലുമല്ല ഇസ്രയേൽ ഫലസ്തീനികളെ ബലമായി പിടിച്ചുകൊണ്ടുപോകുന്നത്. പിടിക്കപ്പെടുന്നവരെല്ലാം ഇസ്രയേലിൻ്റെ കണ്ണിൽ ദേശവിരുദ്ധരുമാണ്. ഇവരിൽ ഇസ്രയേലിനെ പ്രതിരോധിക്കുന്നത് ആരാണോ അവർ അപരാധവും ഭീകരവാദവും ചെയ്തവരാണ്. ഈ അപരാധം ചെയ്യുന്നവർ തീവ്രവാദികളും തൂക്കുകയറിന് വിധേയമാക്കപ്പെടുന്നവരും ആണ് എന്നാണ് പുതിയ നിയമം. ഈ വിധിയെ ചോദ്യം ചെയ്യുവാനുള്ള അവകാശം പോലും ഫലസ്തീനികൾക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. സിവിൽ കോടതിയിൽ നിന്ന് മാറി മിലിറ്ററി കോടതികളിലായിരിക്കും ഇവരുടെ വിചാരണകളും നടക്കുക. ഇസ്രയേലിൻ്റെ തീവ്ര വലതുപക്ഷ ദേശീയവാദിയായ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗ്വിറാണ് ഈ നിയമത്തിൻ്റെ മുഖ്യ സൂത്രധാരൻ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് തൻ്റെ പ്രധാന വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു ഇത്. കുറച്ചധികം കാലമായി ബെൻഗ്വിർ ഈ നിയമത്തിനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സഖ്യകക്ഷിയായ ബെൻഗ്വിറിൻ്റെ പാർട്ടി ബെൻഗ്വിറും തൻ്റെ രാഷ്ട്രീയ നിലനിൽപ്പിനായി ഈ നിയമം പാസാക്കാൻ വലിയ സമ്മർദ്ദമാണ് ചെലുത്തിയിരുന്നത്. ഇസ്രയേലിനെതിരെ പോരാടുന്ന ഫലസ്തീനികളിൽ ഭയം സൃഷ്ടിക്കുക എന്നതും വധശിക്ഷയിലൂടെ തങ്ങളുടെ തീവ്ര അനുയായികളെ തൃപ്തിപ്പെടുത്തുക എന്നതുമാണ് ഇതിന് പിന്നിലുള്ള ഗൂഢൻ തന്ത്രം. ഇസ്രയേലിലെ ഏറ്റവും തീവ്രതയുള്ള മന്ത്രി കൂടിയാണ് ഈ ബെൻഗ്വിർ. അദ്ദേഹത്തിൻ്റെ ചെയ്തികളും ചേഷ്ടികളും ഒരു മന്ത്രി എന്നല്ല ഒരു മനുഷ്യന് പോലും നിരക്കാത്തതാണ്. പിടിക്കപ്പെടുന്ന തടവുകാരെ ടോർച്ചർ ചെയ്യുക, അധിക്ഷേപിക്കുക, പീഡിപ്പിക്കുക, അത് അഭിമാനമായി പുറം ലോകവുമായി പങ്കുവെക്കുക തുടങ്ങിയവക്കൊക്കെ കുപ്രസിദ്ധി ആർജിച്ചതാണ് ഈ മന്ത്രിയും ഈ മന്ത്രിയുടെ പ്രധാന ഹോബികളും എല്ലാം. അദ്ദേഹത്തിൻ്റെ പല നീക്കങ്ങളും ലോകരാഷ്ട്രങ്ങളെ നടുക്കുന്ന ഒന്നാണ്. കൊച്ചുകുട്ടികളെ പോലും കൈവിലം കണിയിച്ചും ക്രൂരമായി മർദ്ദിച്ചും ഇസ്രയേൽ സൈന്യം പിടിച്ചുകൊണ്ടുപോകുമ്പോൾ അത് കണ്ട് തട്ടഹസിക്കുന്ന പിശാചിന് കണക്കെ ജീവിച്ചിരിക്കുന്ന മനുഷ്യക്കോലമായി ഇദ്ദേഹം നിലകൊള്ളുന്നു. ഈ നിയമം ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം അതീവ അപകടകരമാകുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ മനുഷ്യാവകാശ സംഘടനകൾ വ്യക്തമാക്കുന്നത് വെസ്റ്റ് ബാങ്കിലെ ഫലസ്തീനികളെ വിചാരണ ചെയ്യുന്നത് മിലിറ്ററി കോടതികളിലായിരിക്കും എന്നതാണ്. അവിടെ സൈന്യം ചുമത്തുന്ന എന്ത് കുറ്റമാണോ ആ കുറ്റങ്ങൾ തെളിയിക്കപ്പെടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേസമയം സമാന കുറ്റം ചെയ്യുന്ന ഇസ്രയേൽ പൗരന്മാരെ ഈ മിലിറ്ററി കോടതികളിൽ അല്ല വിചാരണ ചെയ്യുന്നത്, പകരം സിവിൽ കോടതികളിലാണ്. അവർക്ക് അപ്പീൽ നൽകാം, അവർക്ക് അഭിഭാഷകനെ വെക്കാം, അവർക്ക് വിചാരണ തടവുകാരായിട്ട് കഴിയാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. സൈനിക കോടതികൾ വിധിക്കുന്ന വധശിക്ഷയ്ക്കെതിരെ ഉയർന്ന കോടതികളിൽ അപ്പീൽ നൽകാനോ മാപ്പപേക്ഷ നൽകാനോ ഉള്ള അവകാശം ഈ നിയമം നൽകുന്നില്ല. ഇത് തെറ്റായി പ്രതി ചേർക്കപ്പെടുന്നവർക്ക് നീതി ലഭിക്കുവാനുള്ള അവസാന വാതിലും അടയ്ക്കുന്നതാണ്. ശിക്ഷാവിധി വന്ന് വെറും 90 ദിവസത്തിനുള്ളിൽ തൂക്കിലേറ്റണമെന്ന നിബന്ധനയും ഇതോടൊപ്പം ചേർത്തിട്ടുണ്ട്. നിയമപരമായ മറ്റു നീക്കങ്ങൾക്ക് സമയം നൽകാതെ വധശിക്ഷ നടപ്പിലാക്കാൻ ഇത് കൊണ്ട് സഹായിക്കും. വധശിക്ഷ നിരോധിക്കുവാനുള്ള ആഗോള പ്രവണതയ്ക്ക് വിരുദ്ധമാണ് ഇതെന്നും വിവേചനപരമായ നിയമങ്ങൾ അന്താരാഷ്ട്ര മനുഷ്യാവകാശ ലംഘനങ്ങളുടെ നഗ്നമായ ലംഘനമാണ് എന്നും UN വക്താക്കൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ക്രൂരവും മനുഷ്യത്വരഹിതവുമായ ഈ ശിക്ഷാരീതി ജനാധിപത്യ മൂല്യങ്ങൾക്ക് നിരക്കാത്തതാണ് എന്നാണ് യൂറോപ്യൻ രാജ്യങ്ങൾ വ്യക്തമാക്കിയത്. ഇതൊരു അപ്പോർത്തേഡ് വംശീയ വിവേചന നയത്തിൻ്റെ ഭാഗമാണ് എന്നാണ് ഹ്യൂമൻ റൈറ്റ്സ് ഉൾപ്പെടെയുള്ള സംഘടനകളും ആരോപിക്കുന്നത്. ഈ നിയമം നടപ്പിലാക്കുന്നതോടെ വെസ്റ്റ് ബാങ്കിലും ഗാസയിലും സംഘർഷം കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത. ഫലസ്തീൻ ജനതയ്ക്കിടയിൽ ഇത് വലിയ പ്രക്ഷോഭങ്ങൾക്കും കാരണമായേക്കും. ബെൻഗുർ ഇതിനെ ചരിത്രപരമായ നീക്കം എന്ന് വിളിച്ച് ആഘോഷിക്കുമ്പോഴും ഇത് മിഡിൽ ഈസ്റ്റിലെ സമാധാന ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയായാണ് നിലനിൽക്കുക.
ഇസ്രായേലിൻ്റെ ഈ നീക്കം മിഡിൽ ഈസ്റ്റിലെ സമാധാന ശ്രമങ്ങളെയും അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങളെയും സാരമായിട്ട് തന്നെ ബാധിക്കുവാനുള്ള സാധ്യതയുമുണ്ട്. പ്രധാനമായും UAE, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളുമായി ഇസ്രായേൽ ഉണ്ടാക്കിയെടുത്ത നയതന്ത്ര ബന്ധങ്ങളിൽ ഈ നിയമം ഒരുപക്ഷെ വിള്ളലുണ്ടാക്കിയേക്കും. ഫലസ്തീനികൾക്കെതിരെയുള്ള ഇത്തരം വിവേചനപരമായ നിയമങ്ങൾ തുടരുന്നത് ഈ രാജ്യങ്ങളെ ഇസ്രായേലിൽ നിന്ന് അകറ്റാനും പ്രേരിപ്പിച്ചേക്കാം. ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ ആലോചിച്ചിരുന്ന സൗദി അറേബ്യ ഈ സാഹചര്യത്തിൽ തങ്ങളുടെ നിലപാട് കൂടുതൽ കർക്കശമാക്കിയേക്കും. ഫലസ്തീൻ വിഷയത്തിൽ വ്യക്തമായ പരിഹാരമില്ലാതെ മുന്നോട്ടു പോകില്ലെന്ന് സൗദി ആവർത്തിക്കാനും ഇത് കാരണമാകും. ഇസ്രായേലുമായി നേരത്തെ തന്നെ സമാധാന കരാറിലുള്ള ജോർദനും ഈജിപ്തും ഈ നിയമത്തെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. തങ്ങളുടെ അതിർത്തിക്കടുത്തുള്ള വെസ്റ്റ് ബാങ്കിൽ ഇത് കൂടുതൽ അസ്ഥിരതയുണ്ടാക്കുമെന്ന് അവർ ഭയപ്പെടുന്നുണ്ട്. യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് ഇസ്രായേലിന് മേൽ സാമ്പത്തികമോ രാഷ്ട്രീയമോ ആയ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുവാനും ഈ നിയമം കാരണമായേക്കും. ഏതായിരുന്നാലും ഈ നിയമം പാസാക്കപ്പെട്ടതോടെ ഇറ്റാമർ ബെൻഗിർ മദ്യവുമായി പാർലമെന്റിന്റെ നടുത്തളത്തിൽ സേവ നടത്തുന്ന ആഘോഷിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ഓരോ ഫലസ്തീൻ കൊല്ലപ്പെടുമ്പോഴും അവർക്ക് സന്തോഷമാണ്, ആഹ്ലാദമാണ്. ആ ആഹ്ലാദത്തിൽ പങ്കുചേരുന്ന രാജ്യങ്ങൾ ആ ആഹ്ലാദത്തിൻ്റെ പങ്ക് പറ്റുന്നവരുമാണ്. ലോകത്ത് മനസ്സാക്ഷി എന്ന ഒന്നുണ്ടെങ്കിൽ, ലോകത്ത് അത് പ്രകടമാക്കണമെന്നുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടേ മതിയാകൂ. കാരണം മനുഷ്യത്വം മരിക്കുകയാണ്. ഞങ്ങൾ കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ കിട്ടും മാസം തോറും. UDFന്റെ ഇന്ദിരാ ഗ്യാരണ്ടി. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ. ഇത് UDFന്റെ ഇന്ദിരാ ഗ്യാരണ്ടി. ഇനി ജനങ്ങൾ ജയിക്കട്ടെ. കേരളം ജയിക്കും, UDF നയിക്കും.